ശാസ്ത്രരംഗത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ച നിരവധി വനിതകളുണ്ട്. എന്നാൽ ഈ രംഗത്തേക്ക് കടന്നുവരുന്ന സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും ഏറെയാണ്. ദേശീയ സയൻസ് ഫൗണ്ടേഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ആകെ തൊഴിൽ ശക്തിയുടെ 14% മാത്രമാണ് സ്ത്രീകൾ. കൂടാതെ യുനെസ്കോ നടത്തിയ പഠനത്തിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രമേഖലയിലെ വിദ്യാർത്ഥികളിൽ 35% മാത്രമേ പെൺകുട്ടികളുള്ളൂ എന്നും കണ്ടെത്തി. ഈ വെല്ലുവിളികൾക്കിടയിലും തടസ്സങ്ങളെ മറികടന്ന് ശ്രദ്ധേയമായ വിജയം നേടിയ നിരവധി വനിതകളുണ്ട്. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ആദിത്യ L1 മിഷൻ പ്രോജക്ട് ഡയറക്ടറായ നിഗാർ ഷാജി, പ്രശസ്ത ഇന്ത്യൻ മൈക്രോബയോളജിസ്റ്റായ ഗഗൻദീപ് കാങ്, ഇന്ത്യയുടെ മിസൈൽ വനിതയെന്ന് വിശേഷിപ്പിക്കുന്ന ടെസ്സി തോമസ്, അങ്ങനെ പട്ടിക നീളുന്നു. DNA ഘടന കണ്ടെത്തുന്നതിൽ നിർണായകമായ പ്രവർത്തനങ്ങളിലേർപ്പെട്ട റോസലിൻ ഫ്രാങ്ക്ലിൻ, ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും നൊബേൽ പുരസ്കാരങ്ങൾ നേടിയ മാഡം ക്യൂറി, ഇന്ത്യയുടെ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി, അന്ന മാണി, കൽപ്പന ചൗള, അങ്ങനെ എത്രയെത്ര വനിതകൾ. പുതുതലമുറയിൽ കൂടുതൽ പേർക്ക് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ സെമിനാറുകളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ഒരു ദിനമാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്തെ പഠനങ്ങൾക്കും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തവും പ്രോത്സാഹനവും ഉറപ്പുവരുത്തണം. അതാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ശാസ്ത്ര രംഗത്തെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി ഈ ദിനം ആചരിക്കാൻ UN തീരുമാനിച്ചത് 2015-ലാണ്. ശാസ്ത്രരംഗത്ത് വിവേചനം ശക്തമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത്. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ അവഗണിച്ച് ആധുനിക ശാസ്ത്ര ഗവേഷണത്തിൽ ആ രംഗത്ത് കരുത്ത് തെളിയിച്ച ഒട്ടേറെ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ അർപ്പണബോധത്തിന് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ സ്വാഗതം നേരുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ വിമൻസ് ഈവനിങ് ഈ ശാസ്ത്രരംഗത്തെ സ്ത്രീകളുടെ ആ ഒരു സംഭാവന കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാകും എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്ത ആ ഒരു സ്റ്റോറിയിൽ എല്ലാം പറയുന്നുണ്ട്. കൽപ്പന ചൗള ഉൾപ്പെടെ, ഒപ്പം തന്നെ ടെസ്സി തോമസ് ഉൾപ്പെടെ എല്ലാവരും എത്രത്തോളം വനിതകൾ നാസയിലും ഒപ്പം തന്നെ ISROയിലുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സംഘടനകളെ കുറിച്ച് പറയുന്നില്ല, അവരുടെ ഏജൻസിയെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇന്ത്യൻ വംശജരായ എത്രയോ പേർ നാസയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അവരിൽ തന്നെ അറിയപ്പെടുന്നവർ ഒരു പക്ഷേ ഇവരാണ് എന്ന് മാത്രം. അതുമാത്രമല്ല, നമ്മുടെ ടെസ്സി തോമസിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം അല്ലെ. ഇന്ത്യയുടെ തന്നെ മിസൈൽ വനിത എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മലയാളിയാണെന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമാണ്.